കിനാവിൻ്റെ തീരത്ത് ഭാഗം 52. ഇല്ലമ്മേ, ഒരിക്കലും ഞാനായിട്ട് സുധിയേട്ടനെ വിഷമിപ്പിക്കില്ല. എൻ്റെ മുഖമൊന്ന് വാടിയാൽ സുധിയേട്ടനെ സഹിക്കില്ല. പിന്നെ അതൊന്ന് തെളിയാനുള്ള തത്രപ്പാടിലാണ് ആള്. ഏറെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഒരുവനെക്കുറിച്ച് അവൾ പറയുന്നത് മാധവിയും കേട്ടുനിന്നു. ഈ ചായ കൊണ്ട് നീ മോന് കൊടുക്ക്. ഞാൻ പ്രത്യേകം മിൽമയിൽ പോയി വാങ്ങിയതാണ്. കട്ടൻ ചായ എങ്ങനെയാ സുധിക്ക് കൊടുക്കുന്നതെന്നോർത്ത് വാങ്ങിയേ. അയ്യോ, സുധിയേട്ടന് കട്ടൻ ചായ ആണെന്ന് തോന്നുന്നു ഇഷ്ടം. അവിടെ വെച്ചിട്ട് രാവിലെ അമ്മ കട്ടൻ ചായ കൊടുത്തത് ആണ്. നീ ഏതായാലും ഈ പാൽ ചായ ഒന്ന് കൊണ്ട് കൊടുത്തു നോക്ക്. കട്ടൻ ചായ വേണമെങ്കിൽ വേറെ തിളപ്പിക്കാം. മീനു നീട്ടി അവർ വിളിച്ചപ്പോഴേക്കും മീനു അകത്തേക്ക് വന്നിരുന്നു. വാങ്ങിക്കൊണ്ടുവന്ന ആ പപ്സൊക്കെ എടുത്ത് ഈ പ്ലേറ്റിനകത്തോട്ടിട്. എന്നിട്ട് അത് ഉമ്മറത്തേക്ക് കൊണ്ടുവാ. അമ്മ എന്തിനാ ആവശ്യമില്ലാതെ പലഹാരങ്ങളൊക്കെ വാങ്ങിയത്? മീര അമ്പരപ്പോട് ചോദിച്ചു. ആവശ്യമില്ലാതെയോ? നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് സുധി വരുന്നത്. അന്തി ഉറങ്ങാൻ വേണ്ടി. മാത്രമല്ല, ഈ വീട്ടിലെ മൂത്ത മരുമകനാവൻ. അപ്പോൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊരു നാട്ടുനടപ്പാ, മാധവി പറഞ്ഞു. എങ്കിലും പൈസ ഇല്ലാതെ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മുടെ അവസ്ഥകളൊക്കെ സുധിയേട്ടന് അറിയാലോ. കല്യാണ സമയത്ത് തന്നെ സുധിയേട്ടൻ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുള്ളതല്ലേ. പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല മീരേ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണം. നാളെ ഇവിടെ വന്നിട്ട് മോശമായി പോയി എന്ന് സുധിക്ക് തോന്നരുത്. ആ സമയം കൊണ്ട് മറ്റൊരു പാത്രത്തിൽ ഉണ്ണിയപ്പവും പൊട്ടിച്ചിട്ടിരുന്നു മാധവി. അതുമായി അവൾ നേരെ ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ മഞ്ജുവുമായി സുധി ഏകദേശം സെറ്റായിരുന്നു. കട്ടൻ ചായ വേണോ സുധിയേട്ടാ? പാൽ ചായ അവൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് മീര ചോദിച്ചു. എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, അത് വാങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ മാത്രം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും ചായ എടുത്തുകൊണ്ട് വാ, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. സുധി പറഞ്ഞപ്പോൾ ചിരിയോടെ മാധവി അകത്തേക്ക് പോയി. വലിയൊരു സ്റ്റീൽ മഗിൽ കുറച്ചധികം ചായയും 2-3 ഗ്ലാസുമായാണ് അവർ വന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ചായ കുടിച്ചതും പലഹാരം കഴിച്ചതും. ഒരു അപരിചിതത്വവുമില്ലാതെ പെരുമാറുന്ന സുധിയുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സുധി, മോൻ വേണമെങ്കിൽ കുളിക്ക്. ബാത്റൂമിൽ വെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മാധവി പറഞ്ഞു. ഇപ്പോൾ വേണ്ടമ്മേ, വൈകിട്ട് മതി. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വല്ലാതെ ചൂടെടുക്കും. ഗൾഫിൽ നിന്ന് പരിചയമായതുകൊണ്ട് തന്നെ ചെറിയ ചൂട് പോലും ഇപ്പോൾ താങ്ങാൻ പറ്റില്ല. വീട്ടിലാണെങ്കിൽ ഒരു 5-6 വട്ടം കുളിക്കും. ഇവിടെ പിന്നെ കുറച്ച് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കിടക്കാൻ നേരത്ത് കുളിച്ചോളാം. മോളെ, നീ എന്നാൽ പിന്നെ മോനെ മുറിയൊക്കെ കാണിച്ചു കൊടുക്ക്. വേഷമൊക്കെ മാറട്ടെ. പാകമാകുമോ എന്നറിയില്ല. ഒരു ടീഷർട്ടും മുണ്ടും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, മാധവി പറഞ്ഞു. അത് വേണ്ടായിരുന്നു അമ്മേ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മുണ്ടും ബനിയനും ഒക്കെ, സുധി പറഞ്ഞു. മാറാലോ എന്ന് കരുതി ഞാൻ വാങ്ങി വെച്ചതാ. നോക്ക് പാകമാകുമെന്ന്, മാധവി പറഞ്ഞപ്പോൾ അവൻ ചിരിയോടെ സമ്മതിച്ചിരുന്നു. മീര തന്നെയാണ് അവന് മുറി കാണിച്ചു കൊടുത്തത്. ഒരുപാട് മാറ്റം ആ മുറിക്ക് വന്നിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഫൈബറിൻ്റെ കതകും അതോടൊപ്പം തന്നെ പുതിയ ബെഡ്ഷീറ്റും ഒരു പുതിയ കട്ടിലും അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. താനും മഞ്ജുവും ഒരുമിച്ച് കിടന്ന മുറിയാണിത്. ഒരു പഴയ കയർ കട്ടിലിലാണ് രണ്ടുപേരും ഒരുമിച്ച് കിടന്നിരുന്നത്. അതിനു പകരം ഇപ്പോൾ തടിയുടെ ഒരു ഡബിൾ കോട്ട് കട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ പുതുതായി വിരിച്ച വെള്ള നിറത്തിലുള്ള ബെഡ്ഷീറ്റും തലയിണ കവറും പുതപ്പും ഒക്കെ കുറച്ചുകൂടി ഭംഗിയോടെ നിൽക്കുന്നു. ജനലിൽ ഒരു പിങ്ക് കർട്ടനും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇതാണല്ലേ തൻ്റെ മുറി? മൊത്തത്തിലൊന്ന് നോക്കി ഫാനിൻ്റെ സ്വിച്ച് ഇട്ടുകൊണ്ട് സുധി പറഞ്ഞു. എൻ്റെയും മഞ്ജുവിൻ്റെയും മുറിയായിരുന്നു ഇത്. ഞാൻ വന്നതുകൊണ്ട് മഞ്ജു ഔട്ടായല്ലേ? ചെറുചിരിയോടെ സുധി ചോദിച്ചു. ഇപ്പോൾ മഞ്ജുവും മീനുവുമായിരിക്കും ഇവിടെ കിടക്കുന്നത്. അമ്മ സാധാരണ അടുക്കളയോട് ചേർന്നുള്ള ഒരു കുഞ്ഞു മുറിയുണ്ട്, അവിടെയാണ് കിടക്കാറ്. ഹാളിൽ ഒരു കട്ടിലുണ്ടായിരുന്നു, അവിടെയായിരുന്നു മീനു കിടക്കുന്നത്. ആ കട്ടിൽ അമ്മ മാറ്റിയെന്ന് തോന്നുന്നു. ചിലപ്പോൾ അത് അമ്മയുടെ മുറിയിലിട്ടതാകും. അമ്മ നേരത്തെ കട്ടിലിൽ കിടക്കില്ലായിരുന്നു. ഞങ്ങളോട് പറയുന്നത് തറയിൽ തണുപ്പ് കിട്ടാനാണ് കിടക്കുന്നത് എന്നാണ്. പക്ഷേ എനിക്കറിയാം, കട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളതിൽ ഞങ്ങൾ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അമ്മയ്ക്ക് വേദനിച്ചാലും സാരമില്ലെന്ന് കരുതി അമ്മ തറയിൽ കിടക്കുന്നത്. അമ്മമാർ അല്ലെങ്കിലും അങ്ങനെയല്ലേ? ചിരിയോടെ സുധി പറഞ്ഞു. സുധിയേട്ടന് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അല്ലേ?
വലിയ വീട്ടിലൊക്കെ താമസിച്ചിട്ട് ഇത്രയും ചെറിയൊരു മുറിയിൽ ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ടാവും. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. ചെറുചിരിയോടെ അവളെ ഒന്ന് നോക്കി ഡോറടച്ച് കുറ്റിയിട്ടതിന് ശേഷം ഷർട്ടിൻ്റെ ബട്ടൺ ഊരി അയയിലേക്ക് ഇട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവൻ മറുപടി പറഞ്ഞു. അതെൻ്റെ ഭാര്യ ഗൾഫിൽ ഞാൻ ഉപയോഗിക്കുന്ന മുറി കാണാത്തത് കൊണ്ട് പറയുന്നതാ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗ്ഗം അല്ലേടോ. ഇതിലും ചെറിയൊരു മുറിയിലാണ് അവിടെ 8 പേര് ഒരുമിച്ച് കിടക്കുന്നത്. പിന്നെ എനിക്കങ്ങനെയൊന്നുമില്ല. ഈ ഭൂഗോളത്തിൻ്റെ എവിടെയാണെങ്കിലും താനൊപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് സ്വർഗ്ഗമല്ലേ. അവളുടെ നെറ്റിമേൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്ന് അവനെ ചുറ്റിപ്പിടിച്ചാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. എനിക്ക് കുറേ സമയമായിട്ട് ഇങ്ങനെ ഇഷ്ടം തോന്നുകയായിരുന്നു. അതെന്തിഷ്ടാ കുറേ സമയം തോന്നുന്നത്? അവളെ തിരികെ പുണർന്നുകൊണ്ട് അവൻ ചോദിച്ചു. അറിയില്ല, ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നി. ആദ്യമായിട്ടാ എനിക്ക് ഇങ്ങനെ ഒരാളോട് തോന്നുന്നത്. നാണത്തോടെ അവൾ പറഞ്ഞു. എനിക്ക് പിന്നെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വഴിയിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തി തന്നെ കെട്ടിപ്പിടിക്കില്ലായിരുന്നോ? അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടവൻ ചോദിച്ചു. ഒന്ന് പോ സുധിയേട്ടാ, കളിയാക്കാതെ. അവനിൽ നിന്നും അകന്നു മാറാൻ പോയവളെ അവൻ ഒന്നുകൂടി മുറുക്കി തന്നിലേക്ക് ചേർത്തു. ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ മതിയോ? അവളെ ഒന്നുകൂടി ഞെരുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ചിരിയോടെ അവനിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങിയ നിമിഷമാണ് രണ്ടുപേരുടെയും മിഴികൾ പരസ്പരം കോർത്തത്. വിയർപ്പ് തുള്ളികൾ തങ്ങിയ അവളുടെ അധരങ്ങളിലൂടെ അവൻ്റെ വിരലുകൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. പിന്നെ ആ മുഖത്തെ മുഴുവൻ അത് തഴുകി. യാത്രാക്ഷീണത്തിൻ്റെ ഫലമായി അവളുടെ മുടി പാറിക്കിടന്നിരുന്നു. മുഖത്തേക്ക് വീണുകിടന്ന മുടിയിഴകളെല്ലാം അവൻ മെല്ലെ ചെവിയുടെ പുറകിലേക്ക് നീക്കിവെച്ചു. പിന്നെ ആ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവളുടെ അധരങ്ങളിൽ അവൻ തൻ്റെ അധരങ്ങൾ കൊണ്ട് ഒരു നേർത്ത ചുംബനം നൽകി. ആദ്യമായി അവളുടെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു. അവളുടെ നീണ്ട നഖങ്ങൾ അവൻ്റെ പുറത്ത് ചില ചുവന്ന തിണുപ്പുകൾ അവശേഷിപ്പിച്ചു. കണ്ണുകൾ താനേ കൂമ്പിയടഞ്ഞു. 1 സെക്കൻഡ് മാത്രം നീണ്ടു നിന്നൊരു നേർത്ത ചുംബനം. അവളിൽ നിന്നും അകന്നു മാറിയപ്പോൾ അവനും അവൾക്കും ഒരേപോലെ പരസ്പരം അഭിമുഖീകരിക്കാൻ ഒരു മടി തോന്നിയിരുന്നു. ആ സമയം തന്നെയാണ് ഡോറിൽ ആരോ കൊട്ടിയത്. അവനെ അഭിമുഖീകരിക്കാതെ ചെറുചിരിയോടെ മുഖമൊന്ന് തുടച്ച് മുടി നേരെയാക്കി അവൾ മുറി തുറക്കാനായി പോയിരുന്നു. തുടരും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.